ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ ആഷേൾ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് കുറച്ച് ടിപ്സ് ആൻഡ് ട്രിക്സുമായിട്ടാണ്. എങ്ങനെയാണ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ഏറെ നാൾ ഫ്രഷായും കേടുകൂടാതെയും സൂക്ഷിക്കാമെന്നതിനെ കുറിച്ചാണ് പറയുന്നത്. ഇപ്പോഴത്തെ കറണ്ട് സിറ്റുവേഷനിൽ ഈ ടിപ്സൊക്കെ വളരെയധികം യൂസ്ഫുൾ ആയിരിക്കും. കാരണം ഈ കോവിഡ് ആയതുകൊണ്ട് തന്നെ നമുക്ക് അധികവും ഇടയ്ക്കിടെ മാർക്കറ്റിലും ഷോപ്സിലൊന്നും പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. അപ്പോൾ നമ്മളൊക്കെയും കുറച്ചധികം പച്ചക്കറിയും പഴവർഗ്ഗങ്ങളും വാങ്ങി സൂക്ഷിക്കാറാണ് പതിവ്. ഇങ്ങനെ സൂക്ഷിക്കുമ്പോൾ തന്നെ അത് പെട്ടെന്ന് തന്നെ കേടാവാനുള്ള ചാൻസസും ഉണ്ട്. അപ്പോൾ അങ്ങനെ കേടാവാതിരിക്കാനും അതേ ഒരു ഫ്രഷ്നെസ് കിട്ടാനും വേണ്ടി എന്തൊക്കെ മാർഗ്ഗങ്ങളാണ് ഉള്ളത് എന്നാണ് ഞാൻ ഇതിൽ പറയുന്നത്. അപ്പോൾ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം. ഓൾമോസ്റ്റ് അറിയുന്ന മെത്തേഡ്സ് ആയിരിക്കും. അറിയാത്ത ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ ഉപകാരപ്രദമാവട്ടെ. അറിയുന്ന ആൾക്കാർ മറന്നു പോയതാണെങ്കിൽ ഒന്ന് ഓർത്തെടുക്കാനും നല്ലതാണ്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം. ഇന്നത്തെ ഫസ്റ്റ് ടിപ്പ് എന്ന് പറയുന്നത് പച്ചമുളക് എങ്ങനെ ഏറെ നാൾ കേടുകൂടാതെ ഇതുപോലെ ഫ്രഷായി സൂക്ഷിച്ചു വെക്കാം എന്നതാണ്. ഇതെല്ലാവർക്കും അറിയുന്ന ഒരു മെത്തേഡ് തന്നെയാണ്. പച്ചമുളകിൻ്റെ തണ്ട് ഇതുപോലെ നമുക്ക് കളഞ്ഞ് പച്ചമുളക് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാം. ഇപ്പോൾ പ്രത്യേകിച്ച് കോവിഡ് ടൈം ആയതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് തവണ കടയിൽ പോകാൻ പറ്റാത്തൊരു സിറ്റുവേഷനാണ്. മാർക്കറ്റിലാണെങ്കിലും ഒരുപാട് തവണ പോകാൻ പറ്റില്ല. അതുകൊണ്ട് കുറച്ചധികം പച്ചമുളക് ഇങ്ങനെ വാങ്ങി വെക്കുകയാണെങ്കിൽ നമുക്ക് ഏറെ നാളിത് സ്റ്റോർ ചെയ്യാം. ഇതുപോലെ കഴുകി വൃത്തിയാക്കി തണ്ട് മുഴുവനായി കളഞ്ഞ് ഒരു സിബ്ലോക്ക് ബാഗിലോ അല്ലെങ്കിൽ ഒരു ഇതുപോലെ, എൻ്റെ കയ്യിൽ സിബ്ലോക്ക് ഇല്ല, അതുകൊണ്ട് ഞാൻ നോർമൽ ഒരു പ്ലാസ്റ്റിക് കവറിലാണ് ഇത് സ്റ്റോർ ചെയ്യുന്നത്. ഇതുപോലെ എയർ കടക്കാത്ത വിധം നല്ല പോലെ പൊതിഞ്ഞ് നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കാം. പെട്ടെന്ന് കേടായി പോവില്ല, ഫ്രഷായി കിട്ടും. അടുത്ത ടിപ്സ്, ലെമൺ എങ്ങനെ ഏറെ നാൾ കേടുകൂടാതെയും ഫ്രഷായും അതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഒന്നും പോവാതെയും കീപ്പ് ചെയ്യാം എന്നതാണ്. രണ്ട് മെത്തേഡ് ഞാൻ പറഞ്ഞുതരാം. ഒന്ന്, ഇതുപോലുള്ളൊരു എയർ കടക്കാത്ത വിധത്തിലുള്ള ഒരു ഡബ്ബ എടുത്ത് അതിൽ ഇട്ട് വെച്ചിട്ട് ടൈറ്റായിട്ട് അതിൻ്റെ മൂടി അടച്ചു വെക്കാം. ഇത് ഒന്നാമത്തെ മെത്തേഡാണ്. നിങ്ങൾക്കൊരു സിബ്ലോക്ക് ബാഗിൽ ഇട്ട് വെക്കുകയാണെങ്കിൽ അങ്ങനെയും ചെയ്യാം, അല്ലെങ്കിൽ ഇതുപോലുള്ളൊരു ഡബ്ബയിൽ ഇട്ട് വെച്ചാലും മതി. അടുത്ത മെത്തേഡ് എന്ന് പറയുന്നത്, നമുക്ക് ചെറുനാരങ്ങ ഇതുപോലുള്ള അലുമിനിയം ഫോയിൽ പേപ്പറിൽ പൊതിഞ്ഞിട്ട് വെക്കാവുന്ന ഒരു മെത്തേഡാണ്. ഞാനത് കാണിച്ചു തരാം. ഇതുപോലെ സ്മോൾ പീസസ് എടുക്കുക. അതിനുശേഷം അത് നല്ല പോലെ ഒന്ന് റാപ്പ് ചെയ്ത് മുഴുവനായും പെട്ടെന്ന് ചെയ്യാവുന്നതാണിത്. ഇതുപോലെ നമ്മുടെ കയ്യിലുള്ള എല്ലാ ലെമണും ഇതുപോലെ നമുക്ക് പൊതിഞ്ഞ് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഒരു മാസം വരെയെങ്കിലും ഇതിൻ്റെ വാട്ടർ, അതിൻ്റെ ഒരു ഫ്രഷ്നെസ് മാറാതെ തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ചിലതൊക്കെ ബ്ലാക്ക് കുത്ത് വരും, അല്ലെങ്കിൽ ഒരു അതിൻ്റെ ഒരു കയ്പ്പ് ഫീൽ വരും. പിന്നെ അടുത്ത മെത്തേഡ്, അലുമിനിയം ഫോയിൽ പേപ്പർ എല്ലാവരുടെ കയ്യിലുണ്ടാവണം എന്നില്ല. അപ്പോൾ അങ്ങനെ കയ്യിലില്ലെങ്കിൽ ഇതുപോലുള്ളൊരു നോർമൽ ന്യൂസ് പേപ്പർ വെച്ചിട്ട് നമുക്കിതുപോലെ റാപ്പ് ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. ഇതെന്തായാലും ഇതൊരു വളരെ ഈസി മെത്തേഡാണ്. അധികം ടൈമൊന്നും ഇതിന് പോകത്തില്ല. ഇതിൻ്റെ റിസൾട്ട് വളരെ വളരെ ഗുഡ് റിസൾട്ടാണ്. കാരണം നല്ല ഫ്രഷായി തന്നെ ഇതുപോലെ തന്നെ കിട്ടും. എന്തായാലും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. എല്ലാം ഇതുപോലെ കംപ്ലീറ്റ്ലി പൊതിഞ്ഞെടുത്ത് നമുക്കൊരു വലിയൊരു കവറിലോ അല്ലെങ്കിൽ ഒരു ഡബ്ബയിലോ അടച്ചിട്ട് ഇതുപോലെ വെക്കാം. ഇതാണ് അടുത്ത മെത്തേഡ്. തേർഡ് ടിപ്പ്, പഴം എങ്ങനെ നമുക്ക് ഏറെ നാൾ പഴുക്കാതെയും, അതുപോലെ തന്നെ ഈ പഴം കുറേ ദിവസം നമ്മൾ ഇതുപോലെ ഇങ്ങനെ പുറത്ത് വെക്കുകയാണെങ്കിൽ ഇതിലൊരു ബ്ലാക്ക് ഷെയ്ഡ് വരും. നല്ല പോലെ അതിൻ്റെ തൊലി പഴുത്ത് ഉൾഭാഗം നല്ല പോലെ പഴുത്തു പോവും. അപ്പം അങ്ങനെ എല്ലാ പഴം, ഒരുപാട് പഴം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ പഴുത്തു പോവുകയാണെങ്കിൽ വേസ്റ്റായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം അങ്ങനെ എല്ലാം കൂടി ഒരുമിച്ച് പഴുക്കാതിരിക്കാൻ വേണ്ടി നമുക്ക് ഇതുപോലൊരു അലൂമിനിയം ഫോയിൽ പേപ്പർ അല്ലെങ്കിൽ ഒരു പ്ലാസ്റ്റിക് ഒരു പേപ്പർ ആയാലും മതി. അത് ഇതിൻ്റെ സ്റ്റെം ഭാഗത്ത് ഇതുപോലെ ഇതിൻ്റെ ഹെഡിൽ ഇതുപോലെ ഇങ്ങനെ റാപ്പ് ചെയ്ത് വെച്ചിട്ട് വെച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ എല്ലാ പഴവും കൂടി ഒരുമിച്ച് പഴുത്ത് പോകത്തില്ല. അതിൻ്റെ തൊലിപ്പുറത്തൊരു കറുപ്പ് ഷെയ്ഡ് വീഴത്തില്ല. ഉൾഭാഗം ഇതുപോലെ ഫ്രഷായി നിൽക്കും. അതൊരു 2 വീക്സ് 3 വീക്സ് വരെ ഇതുപോലെ നിന്നോളും.
അപ്പോൾ ഈ മെത്തേഡ് എല്ലാവരും ചെയ്ത് നോക്കണം. അടുത്ത ടിപ്പ് നമുക്ക് മല്ലിയില എങ്ങനെ ഫ്രഷായി 1 മാസം വരെയൊക്കെ വെക്കാമെന്നതിനെ കുറിച്ചാണ്. നമ്മൾ മല്ലിയിലയൊക്കെ ഒരുപാട് വാങ്ങി സ്റ്റോർ ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകും. ഫ്രിഡ്ജിൽ വെച്ചാലും പെട്ടെന്ന് തന്നെ അത് ചീത്തയായി പോകും. അപ്പോൾ ഇതിൻ്റെ 2 മെത്തേഡാണ് ഞാനിവിടെ കാണിച്ചിരുന്നത്. അപ്പോൾ ആദ്യം നമുക്കതിൻ്റെ തണ്ട് ഒന്ന് കട്ട് ചെയ്ത് കളയാം. ഇത് കഴുകി ഉണക്കി വെക്കുന്ന ആൾക്കാരും ഉണ്ട്. ഞാനിത് കഴുകാറില്ല, ആവശ്യത്തിന് എടുക്കുമ്പോൾ മാത്രമാണ് കഴുകുന്നത്. അപ്പം ആദ്യത്തെ മെത്തേഡ് ഇതുപോലെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ വെച്ചിട്ട് നമുക്ക് മല്ലിയിലയുടെ സ്റ്റെം ആ ഭാഗം മുഴുവനായി നമുക്ക് റാപ്പ് ചെയ്ത് വെച്ച് അങ്ങനെ യൂസ് ചെയ്യാം. ഇതുപോലെ വേണമെങ്കിൽ അത് മുഴുവനായി ഇതുപോലെ അലൂമിനിയം ഫോയിൽ പേപ്പറിൽ റാപ്പ് ചെയ്യാം, അല്ലെങ്കിൽ അതിൻ്റെ എൻഡ് മാത്രം ചെയ്താലും ഇതുപോലെ ചെയ്താലും മതി. ഇങ്ങനെ ചെയ്തതിന് ശേഷം നമുക്ക് ഫ്രിഡ്ജിൽ സൂക്ഷിക്കുകയാണെങ്കിൽ ഏറെ നാൾ ഇതുപോലെ തന്നെ ഫ്രഷ് ആയിട്ട് തന്നെ കിട്ടും, ചീത്തയായി പോവില്ല. ഇല്ലെങ്കിൽ ഇത് മുഴുവനായി അളിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പം ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കൂ, വളരെ ഈസിയാണ്. ഇതൊന്ന് ചെയ്ത് നോക്കൂ, വളരെ ഈസി മെത്തേഡാണ്. ഇതുപോലെ തന്നെ നമുക്ക് പുതിന ഇലയും ഇതുപോലെ നമുക്ക് സ്റ്റോർ ചെയ്യാം. ഇനി നമുക്ക് രണ്ടാമത്തെ മെത്തേഡ് എന്താണെന്ന് നോക്കാം. ഇതുപോലെ പുതിന ആയാലും മല്ലിയില ആയാലും ഇതുപോലെ അതിൻ്റെ മണ്ണ് വരുന്ന തണ്ട് ഭാഗം മുറിച്ച് മാറ്റിയതിന് ശേഷം ഇതുപോലത്തെ ഒരു സിപ്പ് ലോക്ക് അല്ലെങ്കിൽ നോർമൽ പോളിത്തീൻ കവറിൽ നന്നായി എയർ കടക്കാത്ത വിധം ഇതുപോലെ ടൈറ്റായി കെട്ടിവെച്ച് ഇതുപോലെ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കാം. അങ്ങനെയാണെങ്കിലും 1 മാസം വരെയൊക്കെ ഇത് കേടുകൂടാതെ ഇതുപോലെ തന്നെ ഫ്രഷായി നിൽക്കും. അടുത്ത ടിപ്പ് വളരെയധികം ഹെൽപ്ഫുള്ളാണ്. എങ്ങനെ നമുക്ക് കത്രികയുടെ ഷാർപ്നെസ് കൂട്ടുക എന്നതാണ്. കത്രികയില്ലാത്ത വീടുകൾ ഉണ്ടാവില്ല. നമുക്കാണെങ്കിൽ ഇപ്പോൾ കിച്ചണിലാണെങ്കിലും പാക്കറ്റ്സൊക്കെ കട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ സിസേഴ്സ് യൂസ് ചെയ്യാറുണ്ട്. അതുപോലെ ഫിഷ് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കും. അപ്പോൾ ഇതുപോലത്തെ ഒരു അലൂമിനിയം ഫോയിൽ പേപ്പർ എടുത്ത് വെറുതെ ഒന്നുമില്ല ഇതുപോലെ കട്ട് ചെയ്താൽ മതി. ഇതുപോലെ കട്ട് ചെയ്ത് ഇടുകയാണെങ്കിൽ നമ്മുടെ കത്രികയുടെ മൂർച്ച നല്ലപോലെ കൂടി വരും. ഇത് കുറേ നമ്മൾ യൂസ് ചെയ്തിട്ടാകുമ്പോഴത്തേക്കും കത്രികയുടെ മൂർച്ച കുറയാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഇതുപോലെ ചെയ്താൽ മതി. പിന്നെ ഇതിപ്പോൾ അലൂമിനിയം പേപ്പർ ഇല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു കവർ എടുത്താലും മതി. ഇത് നമുക്ക് നമ്മുടെ ചായപ്പൊടിയൊക്കെ വാങ്ങുമ്പോൾ നമുക്ക് ഇതുപോലത്തെ കവർ കിട്ടും. ആ കവർ എടുത്താൽ മതി. വെറുതെ ഇങ്ങനെ മുറിച്ചിട്ടാൽ മതി. ഇതുപോലെ വെറുതെ ഇങ്ങനെ മുറിച്ചിടുകയാണെങ്കിൽ അതിൻ്റെ മൂർച്ച കൂട്ടി കിട്ടുന്നതാണ്. അപ്പോൾ ഞാനിന്ന് പറഞ്ഞ ടിപ്സുകളൊക്കെയും നിങ്ങളും ട്രൈ ചെയ്ത് നോക്കണം. 100% സക്സസ് ആയിരിക്കും. ശേഷം കമൻറ്റിലൂടെ അഭിപ്രായം അറിയിക്കണം. വീണ്ടും നമുക്കിതുപോലുള്ള ടിപ്സ് ആൻഡ് ട്രിക്സുമായി കാണുന്നത് വരെ ബൈ.